കൊച്ചിയിലെ വെള്ളക്കെട്ടിൽ പരിഹാരം തേടി സ്വമേധയാ സ്വീകരിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. മേഘവിസ്ഫോടനത്തെ തുടർന്നുള്ള കനത്ത മഴയും വെള്ളക്കെട്ടും സംബന്ധിച്ച് അമിക്കസ് ക്യൂറി റിപ്പോർട്ട് നൽകിയേക്കും. കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ സ്വീകരിച്ച നടപടികൾ സർക്കാരും ജില്ലാ ഭരണകൂടവും കൊച്ചി കോർപ്പറേഷനും വിശദീകരിക്കും. ശ്യാം ദേവരാജ് വിശദാംശങ്ങളുമായി. ശ്യാം, നോക്കൂ, അതീവ ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ്. പലരുടെയും കാറുകൾ നശിച്ചുപോയി, വീട്ടുപകരണങ്ങൾ പൂർണ്ണമായും ഇല്ലാതായി, പലർക്കും എം ലീലാവതി ടീച്ചർക്ക് പുസ്തകങ്ങളടക്കം നഷ്ടമായി. അങ്ങനെ വൈവിധ്യവും നിരവധിയുമായിട്ടുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇക്കാര്യത്തിൽ എങ്ങനെയാണ് ഹൈക്കോടതി ഈ വിഷയത്തെ കാണുന്നത്? നേരത്തെ തന്നെ കൊച്ചിയിലെ വെള്ളക്കെട്ട് ഒരു വലിയ ഗൗരവതരമായ വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ സ്വമേധയാ ഒരു ഹർജി സ്വീകരിച്ചതും അതും അതിന്മേൽ കൊച്ചി കോർപ്പറേഷനോടും സർക്കാരിനോടും ജില്ലാ ഭരണകൂടത്തോടും അടക്കം നിരന്തരം നടപടികൾ സ്വീകരിക്കാനായി ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതും. ഇതിനായി ഒരു വിദഗ്ധ സമിതി ജില്ലാ കളക്ടർ അധ്യക്ഷനായ കൊച്ചി കോർപ്പറേഷൻ മേയറും സെക്രട്ടറിയും ഒക്കെ ഉൾപ്പെടുന്ന ഒരു വിദഗ്ധ സമിതി അടക്കം നേരത്തെ രൂപീകരിക്കുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ രാവിലെ ഉണ്ടായ മേഘവിസ്ഫോടനവും അതുമായി ബന്ധപ്പെട്ട കനത്ത മഴയും കനത്ത നാശമാണ് കൊച്ചി നഗരത്തിൽ വിതച്ചത്. ഇക്കാര്യമാണ് ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഈ ഹർജി സ്വമേധയാ സ്വീകരിച്ച ഹർജി പരിഗണിക്കുന്നത്. ഉച്ചയ്ക്ക് 1:45 ഈ ഹർജി പരിഗണനയ്ക്ക് വരികയും ചെയ്യുക. മേഘവിസ്ഫോടനത്തെ തുടർന്നുള്ള അവസ്ഥ, അത് ഏത് രീതിയിലാണ് സംഭവിച്ചത്, അല്ലെങ്കിൽ അത് എത്രത്തോളം ദുരിതമുണ്ടാക്കി എന്നടക്കമുള്ള കാര്യങ്ങളിൽ അമിക്കസ് ക്യൂറി റിപ്പോർട്ട് നൽകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അക്കാര്യം കോടതിയെ നേരിട്ട് അറിയിക്കുകയായിരിക്കാം ഒരുപക്ഷെ ചെയ്യുക. ഈ നേരത്തെ കൊച്ചിയിലെ വെള്ളക്കെട്ട് സംബന്ധിച്ച അത് ഒഴിവാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് കഴിഞ്ഞ ആഴ്ച ഈ ഹർജി പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. അതിന്മേൽ സ്വീകരിച്ച ജില്ലാ ഭരണകൂടവും കൊച്ചി കോർപ്പറേഷനും സ്വീകരിച്ച നടപടികൾ ഇന്ന് അവർ ഹൈക്കോടതിയിൽ വിശദീകരിക്കുകയും ചെയ്യും. സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകനും ഇതിന്മേൽ വിശദീകരിക്കും. കാനകൾ ഉൾപ്പെടെയുള്ളവയുടെ ശുചീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്, അതിന്റെ പുരോഗതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് പ്രത്യേകിച്ചും സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് വിശദീകരണം നൽകുന്നത്. പ്രത്യേകിച്ചും കൊച്ചി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മാലിന്യം കെട്ടിക്കിടക്കുന്നതാണ് എന്നതാണ്. അതിന്മേൽ ഹൈക്കോടതി അടക്കം ജനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നത് പൊതുജനങ്ങളും ഇതിൽ സഹകരിക്കണമെന്നതാണ്. എന്തായാലും അമിക്കസ് ക്യൂറി ആരാണ്? അമിക്കസ് ക്യൂറി നിശ്ചയിച്ചു കഴിഞ്ഞോ? അമിക്കസ് ക്യൂറി നേരത്തെ തന്നെ ഈ ഹർജിയിൽ ഒരു അമിക്കസ് ക്യൂറി നിലവിലുണ്ട്. അദ്ദേഹമാണ് ഇതിന്മേൽ റിപ്പോർട്ട് നൽകുകയും ചെയ്യേണ്ടത്. വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ, അതായത് ഇത്തരം വെള്ളക്കെട്ട് ഉണ്ടാകുമ്പോഴെല്ലാം എവിടെയെല്ലാമാണ് വെള്ളക്കെട്ടുണ്ടായത്, അതിന് ഏത് രീതിയിലാണ് കൊച്ചി കോർപ്പറേഷനും ജില്ലാ ഭരണകൂടവും സമീപിച്ചതടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ അമിക്കസ് ക്യൂറി പലതവണയും ഈ ഹർജി പരിഗണിക്കുമ്പോൾ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടായി നൽകുകയും ചെയ്യാറുണ്ട്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് 1:45 ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഈ ഹർജി സ്വമേധയാ സ്വീകരിച്ച ഹർജി പരിഗണിക്കുക. അപ്പോഴായിരിക്കും ഇത് സംബന്ധിച്ച ജില്ലാ ഭരണകൂടം സ്വീകരിച്ച നടപടികൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അക്കാര്യം, അതായത് ഈ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട ആരെങ്കിലും അക്കാര്യം ഇന്ന് ഹൈക്കോടതിയിൽ ഉയർത്തിയാൽ ഹൈക്കോടതി സ്വാഭാവികമായും സർക്കാരിനോട് വിശദീകരണം ചോദിക്കുകയാണ് ചെയ്യുക. പ്രത്യേകിച്ചും ഇത്തരം കാര്യങ്ങൾ, അതായത് വളരെ പെട്ടെന്നുണ്ടാകുന്ന കാര്യങ്ങളിൽ ആക്ട് ഓഫ് ഗോഡ് എന്നാണ് നിയമത്തിലടക്കം പറയുന്നത്. കാരണം നമ്മുടെ നിയന്ത്രണത്തിന്റെ പരിധിക്ക് അപ്പുറത്താണ് ഇത്തരം കാര്യങ്ങൾ ഉള്ളതും. ഈ കാലാവസ്ഥ വ്യതിയാനങ്ങളിലടക്കം മാറ്റം സംഭവിക്കുക, അതിന്റെ ഭാഗമായി മേഘവിസ്ഫോടനം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ മണ്ണിടിച്ചിലുണ്ടാകുന്നു, ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു. ഇതുമായി ബന്ധപ്പെട്ട നാശനഷ്ടങ്ങളിലെല്ലാം പരിഹാരം സംബന്ധിച്ച തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അങ്ങനെ സംസ്ഥാന സർക്കാർ അത്തരം കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കുമോ, അത് സംബന്ധിച്ച് വിശദീകരണം നൽകുമോ, ഹൈക്കോടതിയിൽ വിശദീകരണം നടക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ഉച്ചയ്ക്ക് അറിയേണ്ടതുണ്ട്. ശരി, ശ്യാം ദേവരാജാണ് വിശദാംശങ്ങൾ നൽകിയത്.